കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്ന ഗ്രാമത്തിലെ യതീന്ദ്രദാസ് എന്ന യതിമാഷിൻ്റെ വീടാണ് ഇന്ന് സഹൃദയരായി നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്കും ഏറെ മുൻപ് 1930കളിൽ ഒരു വലിയ കുടുംബത്തിന് വേണ്ടി പഴമക്കാർ നിർമ്മിച്ചെടുത്ത വീടാണ്. നിർമ്മിച്ച കാലം മുതൽക്കേ വീടിന് ഇതേ നിറവും ഭാവവുമാണ്. ഇടയ്ക്കിടയ്ക്ക് പെയിൻ്റ് അടിക്കാറുണ്ടെങ്കിലും നിറം പഴയത് തന്നെ. ഇനി നമുക്ക് വീട്ടുകാരനെ പരിചയപ്പെടാം. 90 കൊല്ലം പഴക്കമുള്ള വീടാണ്. എൻ്റെ വീടാണിത്. കാണാം. ഗംഭീരവും വിശാലവുമായ ഒരു പൂമുഖമാണ് ആദ്യം. ചുറ്റോടു ചുറ്റും ചെറു വരാന്ത നീണ്ടു കിടക്കുന്നു. യതിമാഷിൻ്റെ അമ്മ തിരുമാല എന്നവരുടെ അച്ഛൻ നെല്ലിയോട്ട് ഉണ്ണിച്ചോയി എന്നവരാണ് പണ്ട് ഈ വീട് പണിയെടുപ്പിച്ചത്. നീണ്ട കഴുക്കോൽ ചാട്ടങ്ങളും പട്ടികയും ഓടും ഇറയിറക്കവും ഒക്കെ വീടിനെ അതിമനോഹരവും കാലാതിവർത്തിയുമാക്കുകയാണ്. വെട്ടുകല്ലിൽ പടവ് ചെയ്ത് ഉയർത്തിയ അരപ്ലേസും തൂണുകളും. കയറിയാൽ ഇങ്ങനെ തെക്ക് വടക്കായുള്ള ഒരു നീളൻ വരാന്തയാണ്. അരപ്ലേസ് കൊണ്ട് കവർ ചെയ്തതിനാൽ ഇത് ഒരു ഗസ്റ്റ് സിറ്റിംഗായും അതേസമയം സ്വകാര്യമായ ഒരു ഫാമിലി ലിവിങ്ങുമായും ഉപയോഗിക്കാം. പ്രധാന നെടുമ്പുരയുടെ മുൻവശമാണ് പൂവോട് പാകിയ മുകൾ വശത്തോടു കൂടിയ പൂമുഖം നിലകൊള്ളുന്നത്. നിങ്ങൾക്ക് വരാന്തയിൽ ഉലാത്തുകയോ അരപ്ലേസിൽ തൊടിയിലെ കാഴ്ചകൾ കണ്ട് മനോരഞ്ജനം കാണുകയോ ആകാം. ഗൾഫ് റെഡ് എന്ന നിറത്തിന് സമാനമായ ഒരു നിറമാണ് എവിടെയും. വലത്തേയറ്റത്തെ ഈ വാതിലിലൂടെ കയറിയാൽ കോണിപ്പടിയുടെ ചാരയെ കൂടി നീളനീളയുള്ള ഒരു ഇടനാഴിയാണ്. അത് എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതി പൂണ്ട് അടുക്കള ഭാഗത്തിന് മുൻവശമുള്ള ഊൺമുറി വരെ അങ്ങനെ നീണ്ടുപോകുന്നു. കൃത്യമായി പറഞ്ഞാൽ 1932ലാണ് ഈ വീട് നിർമ്മിച്ചെടുത്തത്. വീഡിയോയിൽ വീടിനെ ഇങ്ങനെ പകർത്തുന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ നോക്കി നിൽക്കുകയാണ് യതിമാഷ്. പഴയ കാലത്ത് തേങ്ങ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണിത്. ഊൺമുറിയുടെ മുകൾ ഭാഗമാകെ വിശാലമായ തേങ്ങ സൂക്ഷിക്കുവാനുള്ള നാളികേരത്തട്ടാണ്. ഇവിടെ വലതുവശത്തായി കെട്ടുറപ്പുള്ള 2 കിടപ്പുമുറികൾ. അതിലേക്കുള്ള വഴിയരിയിൽ കൈവരി ഏതുമേ ഇല്ലാതെ ഒരു മരക്കോവണി. മുക്കത്തിൻ്റെ പ്രണയകഥയിലെ കൊറ്റങ്ങൽ തറവാട്ടിലെ കാഞ്ചനമാല എന്നവരുടെ തറവാടുമായി അടുത്ത ബന്ധമുള്ള നെല്ലിയാട്ട് തറവാട് ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്താണുള്ളത്. കാലം ചാർത്ത് നൽകിയ പ്രൗഢിയും നന്മയും മാത്രമാണ് വീടിൻ്റെ അലങ്കാരം. യതിമാഷിൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ചിലവിട്ടത് ഈ വീട്ടിലാണ്. ഇനി രണ്ടാമത്തെ മുറിയുടെ കാഴ്ചകളാണ്. സ്കൂൾ മാഷായി വിരമിച്ച യതിമാഷ് ഈ വീട് പൊളിച്ചു മാറ്റുന്നതിന് പകരം കാലാകാലം ഇങ്ങനെ സംരക്ഷിച്ചു പോരുകയാണ്. വിലമതിക്കാനാവാത്ത ഒരു പൂർവിക സ്വത്ത് എന്ന നിലയിൽ മാത്രമല്ല, പോയ കാലത്തിൻ്റെ പൊട്ടും പൊടിയുമൊക്കെ ചികഞ്ഞെടുക്കാം എന്ന നന്മയുമുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് വിവാഹ സമ്മാനമായി നൽകിയ ഒരു ചിത്രവും ഇവിടെ തൂക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ വലതുവശത്ത് പുറകിലായി ഒരു വാഷ് ഏരിയയും ഒരു ടോയ്ലറ്റും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്ന് നടന്ന് ഇവിടുത്തെ അടുക്കളയുടെ കാഴ്ചകളിലേക്ക്. ഊൺമുറിയുടെ പിന്നിലായി ഒരു നാടൻ അടുക്കള. ഇനി കോണിപ്പടി കയറി മുകളിലെ കാഴ്ചകൾ. ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ കാണുമെങ്കിലും ഭയചകിതരാകാതെ തന്നെ കോണിപ്പടി കയറി നിങ്ങൾക്ക് മുകൾ നിലയിലെത്താം. ഒരു വലിയ തളത്തിനെ 2ആയി ഭാഗിച്ച് 2 കിടപ്പുമുറികളാക്കി മാറ്റിയിരിക്കുകയാണ്. തട്ടിൻപുറത്തുനിന്ന് നോക്കിയാൽ താഴെയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ് കാണുക. പഴയകാല വീടുകളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തണം എന്നതിനുള്ള ഉത്തമ മാതൃകയാണ് യതിമാഷിൻ്റെ മുക്കത്തെ ഈ വീട്. സന്ദർശകരോ ബന്ധുക്കളോ ഒക്കെ വീട്ടിലെത്തിയാൽ യതിമാഷും കുടുംബവും താമസം ഇങ്ങോട്ട് മാറ്റുകയായി. സോളിഡ് വുഡിൽ തീർത്ത ജനലുകളും ജനലഴികളുമാണ് വീട്ടിലെമ്പാടും കാണാറാവുക. പഴയതും കാലത്തിന് യോജിക്കാത്തതും എന്ന് കരുതി വീടുകൾ പൊളിച്ചു മാറ്റാതെ ഇவ்விധം സംരക്ഷിക്കുകയാണ് വേണ്ടത്. എൻ്റെ അമ്മയുടെ അച്ഛൻ 1932 ഉണ്ടാക്കിയ വീടാണ്. അത് ഒന്നും പറ്റാതെ ഞാൻ ഇതിൽ താമസിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാനത് പൊളിക്കാതെ. വേനൽക്കാലത്ത് ഇത് ഞങ്ങൾ ഫാനോ ഉപയോഗിക്കാറില്ല, AC അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാറില്ല. കറണ്ട് ചാർജ് വളരെ കുറവാണ് ഇവിടെ. ഈ വീടിന് ഒരു വരാന്ത ഉണ്ട്, 4 ബെഡ്റൂമുണ്ട്, ഒരു ഇടനാഴിയുണ്ട്, ഒരു അടുക്കളയുണ്ട്, ഒരു ഡൈനിങ് ഹാളുണ്ട്, പിന്നെ ബാത്റൂം എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പഴയ വീടുകളുണ്ടെങ്കിൽ അതൊന്നും നശിപ്പിക്കാതെ ഒന്ന് വൃത്തിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെക്കണം. അവർ പൊളിച്ച് മാറ്റണം ആണ്. ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് എൻ്റെ വീടിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താം. നന്ദി. അതിഗംഭീരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി പടിഞ്ഞാറ്റിനിയിൽ അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.